ടെൻഷനാണ് ചള്ളാരെ പോലെ. ടെൻഷൻ പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട്. ഇത്താനൊന്ന് കാണാൻ സന്തോഷത്തോടെ ഓടി വന്നതാണ്. കാവിടത്തുള്ളി ജ്യൂസ് കുടിക്കാൻ പോയാണ്. ഇപ്പൊ ജ്യൂസും ഇല്ല ഒന്നുമില്ല. ഞങ്ങൾ ചെക്കപ്പിന് പോവാട്ടോ. 2 ദിവസം കൂടെ ഉണ്ട് ചെക്കപ്പിന് പോവാന്. അപ്പോൾ അണക്കം കുറച്ച് കുറവാണ്. അപ്പം ഇന്നലെ ഡോക്ടർക്ക് മെസ്സേജ് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നാളെ എന്തായാലും വായോന്ന് പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പം ഞങ്ങൾ ചെക്കപ്പിന് പോവുകയാണ്. ചിലപ്പം ഇന്ന് അഡ്മിറ്റ് ആക്കാനും. അപ്പോൾ നഖമൊക്കെ ഒന്ന് കുറ്റിയാക്കട്ടെ. ഇനിയിപ്പോൾ 40 കഴിഞ്ഞിട്ടല്ലേ വെട്ടാൻ പറ്റുള്ളൂ. പിന്നെ ഇനി കുട്ടി വന്നാൽ ഈ നഖം വെട്ടലൊന്നും നടക്കൂലല്ലോ. അതൊക്കെ ഒന്ന് വെട്ടട്ടെ. അതെ പപ്പക്ക് ബേബി വരുമ്പോൾ പപ്പ ഇതാണ് എങ്ങനെ നിക്കാന്നായിരുന്നു. ഓനാണ് താടി മീശൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ബേബിനെ വരുമ്പോ ഇങ്ങനെ എടുക്കുക പേടിപ്പിക്കാൻ. അപ്പൊ പപ്പന്റെ കുപ്പായാണ് ഇട്ടത്. അപ്പൊ ഇന്നാണോ ബേബി വരുന്നതെന്ന് അറിയില്ലല്ലോ. ഇത് ആശുപത്രിയിൽ നിന്ന് പോകുമ്പോ ബേബിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയില്ലേ, അതിനുള്ളതാട്ടോ. ഇത് ഡെലിവറി കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പോകുമ്പോൾ ഇൻഷാ അല്ലാ അപ്പം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ എനിക്ക് വേദന വന്നപ്പോൾ വേദന ഒന്ന് ആറിയ സമയത്ത് പെട്ടെന്ന് ഇരുന്ന് തയ്ച്ചതാട്ടോ. എനിക്ക് അങ്ങനൊക്കെ ഓരോ ഭ്രാന്താണ്. അപ്പോൾ ഷിഫ്റ്റും പറഞ്ഞു പ്രസവ വേദന വരുമ്പോൾ ഡ്രസ്സിന്റെ ഭ്രാന്താണ്. അപ്പം ഇന്ന് വേഗം തയ്ച്ചതാണ് ഈ ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ വെച്ചു. ഇനി ഷെഫ്കുട്ടനാണ് വീഡിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യട്ടോ. ഇത് ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഇതൊക്കെ ഇപ്പൊ എന്തിനപ്പത്ര ഇങ്ങനെ പറയേണ്ടത്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ. ഓർക്ക് ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഓരോട് പറയേണ്ടത്. എനിക്കും ഉണ്ട്, അറിയേണ്ടത് ഓർക്കുണ്ട്. അപ്പൊ ഇന്ന് നമ്മളെ ഈ ഒരു കഫ്താനാട്ടോ ഞാൻ ഇടുന്നത്. അന്ന് തയ്ച്ചത് ഈ മാക്സിയുടെ മുകളിൽ അങ്ങനെ ഉണ്ട്. ഈ മാക്സി എവിടുന്നാന്നുള്ളത് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ നിന്ന് ആഡ് ചെയ്യണേ. മിഷ ക്രിയേഷന്റെ മാക്സികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് ഇത്തിരി സ്ലീവ് കുറവാണ് കേട്ടോ. അപ്പം ഈ സ്ലീവ് വെച്ചിട്ടുള്ളൂ ഞാൻ ഇടയ്ക്ക്. ഇതിന്റെ പ്രിന്റും ഇതൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ശരിക്കും ഒന്ന് കാണിച്ചു തരാം. മാക്സിമം അധികം ഇടാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഫ്രോക്ക് ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഞാൻ ഇത്ര ചെറിയ കൈ അങ്ങോട്ട് ഇടാറില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നതുമല്ല. അപ്പൊ കൈ കുറച്ചും കൂടി ഒരു തട്ടും കൂടി കൂട്ടാനുള്ള ഒരു ധൈര്യത്തിലാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇതാണ് ഒരെണ്ണം കേട്ടോ. ഇതും ഇതിന്റെ പ്രിന്റും മെറ്റീരിയലും കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതും സ്ലീവ് ഒന്നും വലുതാക്കിയിട്ട് വേണം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഇടുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിനിങ്ങനെ ബാക്കിലേക്ക് വള്ളിയുണ്ട്. ഒരു ചെറിയൊരു അംബർല ടൈപ്പ് പോലെ ഇതിന്റെ ഒരു കട്ടിങ് കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല ഗർഭിണികൾക്കാണെങ്കിലും ഇടാൻ പറ്റിയതാണ്. പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ. അറ്റത്തൊക്കെ കണ്ടോ ഓവർലോക്കിംഗ് ഒക്കെ ചെയ്തിട്ട്. ഇതൊക്കെ ബാംഗ്ലൂർ സ്റ്റൈൽ മാക്സി ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ സാധാ മാക്സി പോലുള്ള ഒരു മാക്സിയാണ്. ഇതും സ്ലീവ് ഇച്ചിരി ചെറുതാണ്. ഇത് സ്ലീവ് ഇല്ലാതെ തന്നെ ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പൊ വീഡിയോ ഒന്നും എടുക്കാത്ത ദിവസങ്ങളിൽ ഒരു കംഫർട്ടായിട്ട് ഇടേണ്ട ദിവസങ്ങളിലൊക്കെ ചില ദിവസങ്ങളിൽ കംഫർട്ടായിട്ട് ഇടേണ്ടി വരും മാക്സികള്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇടാനുള്ളതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇത്ര സ്ലീവ് ഇടുന്നവർക്കൊക്കെ നല്ലതാണ്. ഈ സ്ലീവ് ഉള്ള മാക്സിയും നല്ല കഫ്താനുകളും മാക്സിയുടെ മെറ്റീരിയലുകളും എല്ലാം ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. പിന്നെ മാത്രമല്ല ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഗൾഫ് മോഡൽ മാക്സികൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഫുൾ സ്ലീവും എലാസ്റ്റിക്കുകളുടെ അതിന്റെയും ഒക്കെ കളക്ഷൻസ് ഉണ്ട്. വേറെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ പൊതിയാനുള്ള, കുട്ടികളെ റാപ്പ് ചെയ്യാനുള്ള തുണിയാണ് കേട്ടോ. നല്ല കോട്ടൺ തുണിയിൽ വക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോ ടൈപ്പിലാണ് കേട്ടോ. ഇതിങ്ങനെ, ഇതിന്റെ വക്ക് ഇങ്ങനെ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ബേബിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ തുണികളൊക്കെ നമുക്ക് ഉണ്ടാക്കാതെ തന്നെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എന്നാലും മിഷ ക്രിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരെ കോൺടാക്ട് നമ്പർ ഇതാണ് കേട്ടോ. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല അടിപൊളി മാക്സികൾ വീട്ടിലിരുന്നിട്ട് തന്നെ വാങ്ങിക്കാം. അതുപോലെ മാക്സി മെറ്റീരിയലും കഫ്താനുകളും ദുബായ് മാക്സികളും ഒക്കെ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിട്ട് വരാം കേട്ടോ. പുള്ളിക്കാരനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്തുള്ളവരോടൊക്കെ പറയട്ടെ. ഇനി അഥവാടെ അഡ്മിറ്റ് ആണെങ്കിലും ഉഷാറ പറഞ്ഞിട്ടും പറയണട്ടോ പോകുമ്പോ ഒക്കെ എല്ലാവർക്കും കാണണ്ടേ എന്നൊക്കെ കേട്ടോ. എന്താ അഡ്മിറ്റ് ആവാൻ എന്താന്ന് അറിയില്ല. എന്തായാലും അവരോട് പറഞ്ഞിട്ടോ ഉഷാറിനോട് സേനോടൊക്കെ. ഇക്കാക്ക് ഇന്ന് കുഞ്ഞാപ്പി വരണമെന്നാ അതോ വരണ്ടാന്നാ? കുഞ്ഞാപ്പി അൽഹംദുലില്ലാഹ് ഇന്ന് വരികയാണ്. എനിക്ക് ഏറ്റവും അതെല്ലേ എന്താ പറയാന്നറിയില്ല. സംഗതി വരണമെന്നാണ് നല്ല പൂതി. അതെല്ലേ ഷെഫ് മോനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കഴിഞ്ഞു ടെൻഷനാണ് ചള്ളാരെ പോലെ. ഷെഫ് മോൻ പറയാം അമ്മന്റെ വയറിന് കാലിയാവുമല്ലോ എന്ന്. അതാണ്. പക്ഷെ എന്റെ വയറിന്റെ ഇടങ്ങേറ് ഓൻ കാണുന്നില്ലല്ലോ. ഇക്കാണ് അത് കാണാറ്.
കുറച്ചുകൂടെ കയ്യിലാണ് എന്തേ കരയ അങ്ങനെ ഉണ്ടാവും സാധാരണ മമ്മയും ബേബിനെ കൊണ്ട് വരട്ടോ. മമ്മി പപ്പയൊക്കെ വരും കേട്ടോ. അപ്പോൾ കുട്ടീനെ നോക്കാൻ ഞാൻ അവർക്ക് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഇതിട്ടിട്ട് വേണം കൊണ്ടുവരാൻ കേട്ടോ, ബേബിനെ കാണാൻ. ഇതിട്ടിട്ട് വരണം കേട്ടോ മമ്മിൻ്റെ കുട്ടി, ഇതൊക്കെ ഇട്ടിട്ട് വരണം കേട്ടോ. ഇത് ഞാൻ ആ വണ്ടിയുടെ ഡാഷിൽ വെച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇത് മറന്നിട്ടുണ്ടെങ്കിലും എന്തായാലും വണ്ടിയിലുണ്ടാവില്ല. നമുക്ക് പോകുന്നില്ല. ഇതേന്നുള്ള രാത്രി ഉണ്ടാക്കിയതാ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ചെക്കപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോരുണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ 2-3 ദിവസം അവിടെ 50-50 50-50 ചിലപ്പോൾ അവിടെ കയറാം, ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരും. എന്തായാലും ഇനി അവിടെ അഡ്മിറ്റ് ആണെങ്കിൽ ഷെഫ്കൂട്ടിനെ അറിയിക്കും. ഞാൻ പറയുന്നത് എനിക്ക് എന്തെന്നെ ആയാലും ഓരോ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാ. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ക്രാഫ്റ്റിലെത്തിട്ടോ. എൻ്റെ ഡെലിവറി വിശേഷങ്ങളും ഡെലിവറിയും ഒക്കെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് കഴിയുട്ടോ. ഇൻഷാ അല്ലാ ഇവിടെ തന്നെ ഒക്കെ കഴിഞ്ഞ് കൂടണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ലേബർ കേട്ടോ. ഇത് ചെക്കപ്പ് കുട്ടിക്ക് വെള്ളം കുറവുണ്ടോ എന്നൊക്കെ നോക്കട്ടെ എന്നിട്ട് പോവാണ് കേട്ടോ. ടീംസൊക്കെ വിവരറിഞ്ഞതും അവർ ഓടിയെത്തി. കുട്ടികളി മക്കളൊക്കെ വിളിച്ച് വന്നപ്പോ തന്നെ എല്ലാം പോയി തിരക്കിട്ട് ജ്യൂസ് കുടിക്കാൻ പോവാ. അവിടെ എന്റെ മമ്മനെ ലേബർ റൂമിൽ നടത്തിയിട്ട് ഞങ്ങളെ ജ്യൂസ് കുടി. ഇത്താനൊന്ന് കാണാൻ സന്തോഷത്തോടെ ഓടി വന്നതാ അവസ്ഥ. അല്ലെ കാവിടത്തുള്ളിൽ ജ്യൂസ് കുടിക്കാൻ പോയാണ്. ഇപ്പൊ ജ്യൂസും ഇല്ല, ഒന്നുമില്ല. കുട്ടി അനങ്ങി എന്തൊക്കെ കണ്ടിട്ട് അനങ്ങാതെ കിടക്കുക. ഓനിങ്ങനെ വന്നിട്ട് വയറിന് ഒച്ച ഉണ്ടാക്കുമ്പോൾ അനക്കുണ്ടാവും. അപ്പൊ ഓന് പറയാം ഒച്ച ഉണ്ടാക്കണോ ചോദിക്കാനേ. ഇത് അനങ്ങി ഒരുവിധ അനങ്ങി സ്കാനിങ് കൂടെ ഉണ്ട്. നെല്ലൂട്ടി മങ്കടക്ക് പോണ വഴി വന്നിട്ട് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇനി എന്തെങ്കിലും പ്രസവം ഉണ്ടാവില്ല എന്ന് വിളിച്ചാൽ ചുമ്മാൻ ഇതുവരെ ചെക്കപ്പിന് വന്നിട്ട് നല്ല പോലും ഡോക്ടർ വയ്ക്കത് ആരാണ്? സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. സ്കാനിങ് കുഴപ്പമൊന്നുമില്ല. ഇനി സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡോക്ടർ ഡേറ്റ് പറയും. അതെല്ലാം ഇവിടെ കിടക്കണമെന്ന് പറയും. ടെൻഷൻ ഉണ്ടോ? പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട്. പേടിച്ചിട്ടൊന്നുമില്ല. അപ്പ അല്ല പേടി പേടിച്ചിരുന്നു അവിടുന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ സ്കാനിൽ കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട്. നോർമലാണ്, എന്നാലും നോർമലിന്റെ ഏറ്റവും ഹയർ റേഞ്ചിലുള്ളത്. ബാക്കി വാവയുടെ വെയിറ്റ് ഇപ്പൊ ഒരു 2900 അടുത്തുണ്ട്. ചെറിയൊരു ഇങ്ങനെ കൺട്രാക്ഷൻ പോലെ ഫീൽ ചെയ്യും. അടുക്കാതെ ഒരു ബ്രാക്സ്റ്റൺ ഡിക്സൺ എന്ന് പറയും. വലിയ പെയിൻ ഇല്ലാതെ ഇങ്ങനെ ഒന്ന് മുറുകിയിട്ട് അങ്ങനെ പോകുക, അത് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കൂടെ ഇങ്ങനെ അനക്കം ഒന്ന് കുറയാവുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളോട് അഡ്മിറ്റ് ചെയ്യണല്ലേ? ആ എന്നാൽ അഡ്മിറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ മുമ്പ് ഞങ്ങൾ ബംഗാളി പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വരാന്ന് പറഞ്ഞിരിക്കുക. അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞേക്കത് ആഘോഷിക്കാണ്ടി മസാലയ്ക്ക് വന്നിക്കാം. ഇവിടെ ബിരിയാണി ഇല്ല. ഇക്കാൻ്റെ എന്തെങ്കിലൊക്കെ ഒന്ന് നടക്കും. അപ്പം അങ്ങനെ ഇന്നിവിടെ അഡ്മിറ്റ് ആയതെന്ന് വെച്ചാൽ അനക്കം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതിന് അനക്കം എന്താ കുറവ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അനക്കം നല്ല കുറവായിട്ട് തന്നെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രസവിപ്പിക്കണം അങ്ങനെയൊക്കെ പണ്ടൊക്കെ നിർത്തിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ പരിശോധിക്കാൻ പോയി നോക്കുമ്പോൾ ആളിൻ്റെ വീട്ടിന് വരും. ഞാൻ വിചാരിക്കാം എന്താ ഇതിപ്പോൾ വലിയൊരു കുട്ടി കുഞ്ഞിയെ കുട്ടിയല്ലേ വരാൻ പോണെന്ന് കളിക്കുക. അപ്പൊ ഉമ്മച്ചി ഇവിടെ നിൽക്കാൻ എനിക്ക് വീട്ടിൽ പോയി സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവന് പേടിക്കണ്ടല്ലോ. ഇനി ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി അനങ്ങും. എന്നിട്ടും അനങ്ങണമെന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രസവിപ്പിക്കും ചിലപ്പോൾ നാളെ.
നാളെ കുഞ്ഞാപ്പി വരും, അല്ലെങ്കിൽ ഞങ്ങൾ പോകും. എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അറിയിക്കാം കേട്ടോ. എല്ലാവർക്കും ഇതാണ്, ഇനി പ്രസവിച്ചാൽ പറയൂലേ ഇതാവൂലേ, കുട്ടിയുടെ മുഖത്ത് നക്ഷത്രം ഒന്നും വെക്കൂല അല്ലേ, എല്ലാവർക്കും കാണിച്ചു ഇതൊക്കെ തരാട്ടോ ചെയ്യാം, ഞാനിവിടെ കാണിക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ. നല്ല എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത് ഒരു ഗ്ലൂക്കോസ് ഇട്ട് കിടക്കാൻ പോവുക. അപ്പോൾ ഇങ്ങനെ പ്രസവത്തിനല്ലാതെ ഇതിൻ്റെ ഇടക്ക് വന്ന് ഇങ്ങനെ കടത്തോ ഇതും ഉണ്ടാകത്തേന്ന് വിചാരിച്ചിരുന്നു ഞാൻ. അങ്ങനെ വരൂലെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഇതിൽ പ്രസവം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ സമാധാനമായിരുന്നു. അപ്പോൾ ഇനി കാണാം കേട്ടോ.